അമ്മേ, ഇന്ന് എന്താണ് സ്പെഷ്യൽ എന്ന് ചോദിക്കാൻ അമ്മ ഇവിടെ ഇല്ല. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും അറിയാവുന്ന എന്നാൽ മറ്റു ചിലർക്ക് അറിയാത്ത നമ്മുടെ സ്വന്തം ചായ. അപ്പോൾ ചായയ്ക്ക് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന ഒരു 1/4 കപ്പ് വെള്ളം, 1/4 കപ്പിനേക്കാൾ കുറച്ചും കൂടെ കൂടുതൽ ആ വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ കപ്പ് ഏതും ആവാം കേട്ടോ. നിങ്ങൾ ചായ കുടിക്കുന്ന കപ്പ് അതിൽ ആവണം മെഷർമെൻറ്റ്. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു വലിയ കപ്പാണ്. അപ്പോൾ നിങ്ങളുടെ ഇതനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ വെള്ളം ഇങ്ങനെ ചെറുതായിട്ട് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് ഏലക്ക ഇട്ട് കൊടുക്കാം. ഈ ഏലക്ക ഞാൻ എടുത്തിട്ട് ഇങ്ങനെ ഇതുപോലെ കീറി എന്നിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതിട്ടൊന്ന് തിളപ്പിക്കാം നമുക്ക്. ഏലക്ക നിർബന്ധമില്ല, ഇഷ്ടമല്ലാത്തവർക്ക് ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വെള്ളവും ഏലക്കയൊക്കെ നന്നായി തിളച്ച് വരുമ്പോൾ ഇതുപോലെ 1 സ്പൂൺ ചായപ്പൊടി, എനിക്ക് കുറച്ചും കൂടെ കടുപ്പം വേണം, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ആഡ് ചെയ്യാണ്. നമ്മൾ എടുത്തിരിക്കുന്ന ടാറ്റ പ്രീമിയം ആണ്, ഏത് പൊടി വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് കിടന്ന് തിളക്കട്ടെ. അവിടെ അതിങ്ങനെ തിളച്ചു മറിഞ്ഞ് വരുന്ന ഈ ഒരു അവസരത്തിൽ നമുക്കൊരു 1/4 കപ്പ് പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒഴിച്ചു കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ കിടന്ന് വീണ്ടും ഒന്നുകൂടെ തിളക്കട്ടെ. ഇടയ്ക്ക് ഇങ്ങനെ സ്പൂണിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്ലേവർ ഒന്നും കൂടി ഒന്ന് ഇളകിക്കോളും. ഇപ്പോൾ നമ്മുടെ ചായ നന്നായിട്ട് തിളച്ച് വന്നു. ഇങ്ങനെ തിളച്ച് വരുമ്പോൾ നിങ്ങൾ ആ തീ ഒന്ന് കുറച്ച് വെക്കുക, ഒന്ന് സിമ്മിലിട്ട് വീണ്ടും ചൂടാക്കുക. ഇപ്പോൾ വീണ്ടും തിളച്ചിട്ടുണ്ട്. അപ്പം ഇനിയും കടുപ്പം ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതുപോലെ ഒരു ഡ്രൈ പാത്രം എടുത്തിട്ട് അതിലേക്ക് 1 സ്പൂൺ പഞ്ചസാര, ഇവിടെ മധുരം ആർക്കും താല്പര്യമില്ല, അതുകൊണ്ട് 1 സ്പൂണേ ഇടുന്നുള്ളൂ, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് അത് ഓൾട്ടർ ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ചായ അരിച്ചെടുക്കാം. നമ്മൾ ഈ അരിക്കുന്ന പാത്രം എപ്പോഴും ഡ്രൈ ആയിരിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ പച്ചവെള്ളം ചുവയ്ക്കും. അതുകൊണ്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള പാത്രത്തിൽ വേണം നമ്മൾ അരിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതിനെ ഒന്ന് ശരിക്കും അടിച്ച് പതപ്പിച്ചെടുക്കാം. ഈ പതപ്പിക്കുന്നതിലാണ് ചായയുടെ രുചി ഇരിക്കുന്നത്, അതുകൊണ്ട് ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ഇതാണ് നമ്മുടെ ചായ. പിന്നെ ഈ ചായ ഇങ്ങനെ ഉണ്ടാക്കാവൂ എന്നൊന്നുമില്ല, നമ്മളിങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഇട്ടു. ചായ റെഡി.